ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ചാറ്റിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ സ്റ്റോറീസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ഇങ്ങോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് മൈ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഒന്നിൽ കൂടുതൽ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സൈഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത സ്റ്റോറി കാണാൻ പറ്റും. വീണ്ടും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അടുത്ത സ്റ്റോറിയൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇതിൽ നിങ്ങൾക്ക് ഏത് സ്റ്റോറിയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു സ്റ്റോറി സെലക്ട് ചെയ്യുക. എനിക്ക് ഈ ഒരു സ്റ്റോറിയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അതിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി ഇവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്നാപ്ചാറ്റിൽ ഒരു സ്റ്റോറി ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.